നടി സജ്ന നൂറിന്റെ അഭിമുഖം വൈറലായതിനു പിന്നാലെ പ്രതികരണവുമായി മുൻ ഭർത്താവ് ഫിറോസ് ഖാൻ. 10 വർഷമായി സജ്ന തന്നെ ദ്രോഹിക്കുകയാണെന്നും ക്ഷമ നശിച്ചാണ് ഇങ്ങനൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നതെന്നും ഫിറോസ് പറഞ്ഞു. സജ്നയ്ക്ക് ആരുടെ കൂടെ വേണമെങ്കിലും ജീവിക്കാമെന്നും പക്ഷേ തൻ്റെ മകനെ തനിക്ക് തിരികെ തരണമെന്നും ഫിറോസ് പറയുന്നു. ഫിറോസിൻ്റെ വാക്കുകളിലൂടെ, ഞാൻ വീഡിയോ ഇട്ടത് എനിക്ക് വിജയിക്കാൻ വേണ്ടിയൊന്നുമല്ല. എത്രയെന്ന് കരുതിയാണ് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത്? 10 വർഷം വേദനിപ്പിച്ചിട്ടും നമ്മൾ ഒതുങ്ങിപ്പോകുമ്പോൾ റസൂൽ പൂക്കുട്ടിയുടെയൊക്കെ മുഖം രക്ഷിക്കാൻ എൻ്റെ തലയിൽ ഓരോന്ന് കൊണ്ടുവന്ന് ചാർത്തുന്നത് കൊണ്ടാണ് അന്ന് ആ വീഡിയോ ഞാൻ ഇട്ടത്. അല്ലാതെ അതൊരു വിജയമല്ല. ഇപ്പോഴും സജ്നയുടെ വീഡിയോ പുറത്തു വന്ന ശേഷം ഞാൻ ഇപ്പോഴും എൻ്റെ ലൈഫിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഇനിയൊരു വീഡിയോ ഇടുന്നില്ലെന്ന് വിചാരിച്ചതാണ്. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതിൻ്റെ കാരണം നാണക്കേടും ഗതികേടുമാണ്. വീണ്ടും സജ്ന വന്ന് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുകയാണ്. ഞാൻ ചില സ്ത്രീകളുമായും ഒരു കുട്ടിയുമായും സെക്സ് ചെയ്തു എന്ന തരത്തിലാണ് അവൾ ആ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നത്. ഞാൻ അത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ഫ്രഞ്ച് കിസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൾ തെളിയിക്കുകയാണെങ്കിൽ നിയമമടക്കം ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണല്ലോ. നിങ്ങൾക്കെന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഞാൻ അങ്ങനൊരു സംഭവമേ ചെയ്തിട്ടില്ല. പിന്നെ സജ്ന ഒരു ഓഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അവൾ എന്നെക്കുറിച്ച് പലവിധ ആരോപണങ്ങൾ നടത്തിയ ദിവസം വിളിച്ച കോളിൻ്റെ ഓഡിയോ ആണത്. അവളിട്ട വീഡിയോ കളയാൻ വേണ്ടി ഞാനതിൽ കാലു പിടിക്കുന്നുണ്ട്. 17-കാരി പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ലെന്ന് ക്ലാരിറ്റിയോടെ പറയൂ എന്നും അല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്നും അവളോട് പറഞ്ഞ കാര്യമാണ്. പക്ഷേ അവൾ അവിടെ നിന്നും ഇവിടെ നിന്നും എഡിറ്റ് ചെയ്ത് ഒറ്റ കാര്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാനും 17-കാരി കുട്ടിയുടെ കാര്യത്തിൽ ക്ലാരിറ്റി കൊടുക്കാനും ഞാൻ പറഞ്ഞപ്പോൾ ഊമക്കത്ത് വന്നതാണ് എന്ന തരത്തിൽ പറഞ്ഞോളാം എന്നൊക്കെ എന്തൊക്കെയോ കഥ പറഞ്ഞു. 10 വർഷം സജ്ന എന്നെ ഇട്ട് നശിപ്പിച്ച ജീവിതം ഇല്ലാതാക്കി. ഇനി എന്ത് ജീവിതമാണ് എനിക്കുള്ളത്? നീ വിജയിച്ച് നിൽക്കുകയല്ലേ, പിന്നെ വീണ്ടും വന്ന് റസൂലിനെ രക്ഷിക്കാൻ ഓരോന്ന് പറയണമായിരുന്നോ? ഇത് റസൂലിൻ്റെ കളി തന്നെയാണ്. അവൻ ഒരിക്കലും പുറത്തു വരില്ല. സജ്നയെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. അതുപോലെ സജ്ന എന്തിനാണ് കൂട്ടുകാരികളെക്കുറിച്ച് ഓരോന്ന് പറയുന്നത്? ദിയാസന പുറത്തു വരില്ലെന്നാണോ കരുതുന്നത്? തെറ്റുകൾ ചെയ്തതുകൊണ്ടാണ് നീ വെള്ളം കുടിക്കുന്നത്. എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം. വിളിച്ചിട്ട് നീ കോൾ എടുക്കുന്നില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഇത്രയൊക്കെ ദ്രോഹിച്ചതുപോലെ, അല്ലെങ്കിൽ ഞാൻ കേസുമായി പോകും. നിനക്ക് റസൂലിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോളൂ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരണം. അവനുമായി എനിക്കുള്ള അറ്റാച്ച്മെൻറ്റ് നിനക്കറിയാമല്ലോ. ഇനി എനിക്കൊരു വിവാഹം പോലുമില്ലെന്നും ഫിറോസ് പറയുന്നു.